ഹായ് ഹലോ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ചൂരക്കറിയാണ്. ഇത് നോക്കിയേ, അതിൽ തക്കാളി വേണം, സവാള വേണം, ഇഞ്ചി വേണം, വെളുത്തുള്ളി വേണം. ഒരു 1/2 കിലോ ചൂരയാണ്. അപ്പോൾ അതിൽ ഒരു 2 തക്കാളി, ഒരു കുറച്ച് മീഡിയം ടൈപ്പ് സവാള, ഒരു 4-5 കഷ്ണം വെളുത്തുള്ളി, ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ അതിനുശേഷം ഒരു 1/4 മുറി തേങ്ങ. ഈ തേങ്ങ നമ്മൾ അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ വെച്ചിരിക്കും. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എരി ആവശ്യത്തിനുള്ളത് നമുക്കറിയാമല്ലോ, ആ എരിക്കനുസരിച്ച് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിൽ എന്ത് ചെയ്യുക, ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഭാഗം എടുത്തിട്ട് നമ്മൾ മിക്സിയിൽ അരച്ച് വെക്കുക, കുറച്ച് ഭാഗം ആ പാത്രത്തിൽ ഇട്ടേക്കുക. ഇനി നമ്മൾ തേങ്ങ നന്നായിട്ട് അരച്ചിട്ട് ആ തേങ്ങ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ മാറ്റി വെച്ച ആ ഭാഗം നന്നായിട്ട് മിക്സിയിൽ അരച്ചതിന് ശേഷം അതും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പം നല്ല കട്ടിയായിരിക്കും. അതിനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ മീനിൻ്റെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. അപ്പോൾ എന്താ, നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് നമ്മൾ പുളി കലക്കി വെച്ചിരിക്കുന്ന പുളിയില്ലേ, അപ്പോൾ കുറച്ച് പുളി ഇട്ട് കൊടുക്കുക. കുറച്ച് നല്ല അധികമായിട്ട് പുളി ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിൽ ഉപ്പിട്ട് കൊടുക്കുക. അപ്പം നമ്മൾ ഗ്രേവി കറക്റ്റ് മീൻ ഇടുന്നതിന് മുമ്പുള്ള ആ ഗ്രേവി ഉപ്പും എല്ലാം ഇട്ട് നമ്മൾ കറക്റ്റാക്കി വെക്കണം. അപ്പോൾ എന്താ, നല്ല കുഴുകുഴാന്നിരിക്കുകയാണ്. ഇനി വേണമെങ്കിലും കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം. അതിനുശേഷം നമ്മൾ അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തിളയ്ക്കണം. നല്ല തിളച്ച് മറിഞ്ഞ് ഇങ്ങനെ പത വരുന്ന ആ ഒരു സമയത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ മീൻ, ഏത് മീനായിരുന്നാലും ഇതിലിട്ട് കൊടുക്കുക. ഇത് ശ്രദ്ധിക്കണം, നമ്മൾ കിളിമീൻ പോലുള്ള സോഫ്റ്റായിട്ട് സ്കിന്നുള്ള മീനുകൾ ഇടുമ്പം ഒരുപാട് തിളയ്ക്കാൻ പാടില്ല. അപ്പം ഈ ഗ്രേവി നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതിട്ട് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ കഷ്ണങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. ഇതിന് ശേഷം ഇതിനകത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കുറച്ച് തോന ഇട്ട് കൊടുക്കുക, നല്ല മണമൊക്കെ വരും. അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരു 10-15 മിനിറ്റ് നല്ല ഫ്ലെയിമിലിട്ട് നല്ലതായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം ഒരുവിധം ആ മീനിൻ്റെ ഒരു കുറുകൽ വന്നിട്ടുണ്ട്. അപ്പം സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ ചോറിന് വേറെ ഒരു കറിയും വേണ്ട, ഈ ഒരൊറ്റ കറി മാത്രം മതി. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.